ഹലോ സുഹൃത്തുക്കളെ, ഈ പുതിയ എക്സ്പ്ലെയിനറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രസകരമായൊരു വിഷയത്തിലേക്കാണ് ഡീപ് ഡൈവ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറുകളിലെ ആൾട്ടർനേറ്റീവ് പോയിന്റിംഗ് ഉപകരണങ്ങളുടെ ലോകത്തേക്ക്. സാധാരണ മൗസുകൾക്ക് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ഉപകരണങ്ങളുടെ മെക്കാനിക്സ് ശരിക്കും അതിശയകരമാണ്. അപ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ ഒട്ടും വൈകാതെ നമുക്ക് തുടങ്ങാം, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിങ്ങൾ എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യുന്നത്? ഭൂരിഭാഗം പേരുടെയും മുന്നിൽ ഒരു സാധാരണ കമ്പ്യൂട്ടർ മൗസ് ആയിരിക്കും ഉണ്ടാകുക. എന്നാൽ നിങ്ങൾക്ക് എപ്പോഴും യാത്ര ചെയ്യേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മേശപ്പുറത്ത് ഒട്ടും സ്ഥലമില്ലെങ്കിലോ എന്തു ചെയ്യും? അവിടെയാണ് ഈ സാധാരണ മൗസുകൾക്കപ്പുറം ചില സ്മാർട്ടായ ഉപകരണങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടി വരുന്നത്. ശരി, നമുക്കിതിലേക്ക് കടക്കാം. അതായത് പ്രിസിഷൻ നാവിഗേഷൻ ഓപ്ഷനുകൾ. പരമ്പരാഗതമായ മൗസിനപ്പുറം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹാർഡ്വെയർ പരിഹാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒന്നാണ്, ദ ടച്ച് പാഡ്. പോർട്ടബിൾ കമ്പ്യൂട്ടിങ്ങിന്റെ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു യഥാർത്ഥ ചാമ്പ്യൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ശരിക്കും എന്താണ് ഒരു ടച്ച് പാഡ്? ഇത് പ്രധാനമായും ലാപ്ടോപ്പുകൾ പോലെയുള്ള പോർട്ടബിൾ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഉപകരണമാണ്. എളുപ്പത്തിൽ കൊണ്ടുനടക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കമ്പ്യൂട്ടറിന്റെ കൂടെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ വേറെ ഒരു എക്സ്ട്രാ ഡിവൈസ് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സൗകര്യവും. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നതെന്തെന്നാൽ ഈ ഉപകരണവും നമ്മളും തമ്മിലുള്ളൊരു ഫിസിക്കൽ കണക്ഷനാണ്. ടച്ച് പാഡിലൂടെ നമ്മുടെ വിരൽ വെറുതെ ഒന്ന് സ്ലൈഡ് ചെയ്യുമ്പോൾ സ്ക്രീനിലെ പോയിന്റർ നീങ്ങുന്നു. അതുപോലെ ഹാർഡ്വെയർ ബട്ടണുകൾ അമർത്തി ബുദ്ധിമുട്ടുന്നതിനു പകരം വിരൽ കൊണ്ട് വെറുതെ ഒന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി. വിരലുകളുടെ ചെറിയൊരു ചലനം കൊണ്ട് കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ശരിക്കും കിടിലൻ സാങ്കേതികവിദ്യയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഉപകരണത്തിലേക്ക് വരാം. അതാണ് ട്രാക്ക് ബോൾ മെക്കാനിസം. ടച്ച് പാഡിന്റെ പരന്ന പോർട്ടബിളായ ഡിസൈനിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണിത്. വളരെ കുറഞ്ഞ സ്ഥലം മാത്രം ആവശ്യമുള്ള സ്പേസ് ലാഭിക്കുന്ന ഒരു ഉഗ്രൻ ഡിസൈനാണിത്. ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് മുകളിൽ ഒരു ബോൾ മെക്കാനിസമുള്ള ഒരു സ്ഥിരമായ പോയിന്റിംഗ് ഉപകരണമാണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്ക് സ്ഥിരമായ അല്ലെങ്കിൽ ചലിക്കാത്തത് എന്നതാണ്. അതായത് ഒരു സാധാരണ മൗസ് പോലെ ഈ ഉപകരണത്തിന്റെ ബേസ് നിങ്ങൾ ഒരിക്കലും മേശപ്പുറത്ത് നീക്കേണ്ടതില്ല. അത് വെച്ചെടുത്ത് ഉറപ്പിച്ചു വയ്ക്കാം. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ഉപകരണം മുഴുവനായി മേശപ്പുറത്തുകൂടി നീക്കേണ്ടതില്ലാത്തതിനാൽ വളരെ കുറച്ചു മാത്രം സ്ഥലമുള്ളൊരു ഡെസ്കിന് ഇത് തികച്ചും അനുയോജ്യമാണ്. നിങ്ങളുടെ മേശപ്പുറത്ത് ഒരുപാട് സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിലോ വളരെ ചെറിയൊരു വർക്ക് സ്പേസ് ആണെങ്കിലോ ഈ ട്രാക്ക് ബോൾ ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചറായിരിക്കും. ഇനി ഇതിന്റെ പ്രവർത്തന രീതി നോക്കാം. അതാണ് ശരിക്കും രസകരം. ഉപകരണം ഒരിടത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഈ ബോൾ ഉപയോഗിച്ചാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത്. വിരലുകൾ ഉപയോഗിച്ച് ഒരു 3D രൂപത്തിൽ ഏത് ദിശയിലേക്കും നിങ്ങൾക്ക് ഈ ബോൾ കറക്കാൻ കഴിയും. ഒപ്പം സ്ക്രീനിൽ നിന്ന് ഐറ്റംസ് സെലക്ട് ചെയ്യാൻ 2-3 ഫിസിക്കൽ ബട്ടണുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നാവിഗേഷനും ക്ലിക്കിങ്ങും വളരെ കാര്യക്ഷമമായി ഇവിടെ നടക്കുന്നു. ഇനി ഈ രണ്ട് ഓപ്ഷനുകളും നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് നാവിഗേഷൻ ചാമ്പ്യന്മാരെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇവ തമ്മിലൊരു നേരിട്ടുള്ള താരതമ്യം നടത്തിയാൽ എങ്ങനെയിരിക്കും എന്ന് നോക്കാം. ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ ലാപ്ടോപ്പുകളുടെ സ്വന്തം ടച്ച് പാഡ് പൂർണ്ണമായും വിരലുകളുടെ ഡൈനാമിക്കായ ചലനവും ടാപ്പിംഗും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ട്രാക്ക് ബോളുകൾ വിരലുകൾ കൊണ്ട് കറങ്ങുന്ന ബോളും ഫിസിക്കൽ ബട്ടണുകളും ഉപയോഗിച്ച് ഒരിടത്ത് തന്നെ ഇരുന്നു പ്രവർത്തിക്കുന്ന ഉപകരണമാണ്. ടച്ച് പാഡ് സ്ലൈഡിങ്ങിലൂടെ പോർട്ടബിലിറ്റിക്ക് മുൻഗണന നൽകുമ്പോൾ ട്രാക്ക് ബോൾ ബോളിന്റെ കറക്കത്തിലൂടെ പരിമിതമായ സ്ഥലത്തെ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു.